അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 66 സങ്കീർത്തനം 16 വാക്യം നമുക്ക് വായിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 66 സങ്കീർത്തനം ആരെഴുതിയെന്ന് നമുക്കറിയില്ല, എങ്കിലും അതിലെ വരികൾ ശ്രദ്ധിച്ചാൽ ദാവീദ് ഇത് എഴുതി എന്നതിന് സംശയമില്ല. ഉയർച്ചയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സമയത്ത് ദൈവഭയമുള്ളവനായിരുന്ന ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും പാടി സ്തുതിക്കുവാനും തുടങ്ങി. മറ്റെന്തിനേക്കാളും ദൈവമഹത്വം ദർശിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം ദൈവം തിരിച്ചറിയുകയും ദൈവം തൻ്റെ മഹത്വം പല സാഹചര്യങ്ങളിലും അവനെ കാണിക്കുകയും ചെയ്തു. ഒരുത്തൻ്റെ വരികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കും എന്ന് സദൃശവാക്യങ്ങൾ 16 അധ്യായം 7 വാക്യത്തിലും, ഒരു മനുഷ്യൻ്റെ വരിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്ന് 37 സങ്കീർത്തനം 23 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാർ നോക്കുന്നു എന്ന് 14 സങ്കീർത്തനം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ ദാവീദ് ദൈവ ഭയമുള്ളവനായി ജീവിക്കുന്നത് കണ്ടെത്തുകയും ദൈവത്തിൻ്റെ ദാവീദിനെ ബോധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാപത്തിൽ വീഴാതെ വണ്ണം ദൈവം അവൻ്റെ പാതകളെ ക്രമപ്പെടുത്തി. നാം എപ്പോൾ തെറ്റായ പാതയിൽ പോകുവാൻ ആഗ്രഹിക്കുമോ, തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്നെത്തുവാൻ ആഗ്രഹിക്കുമോ, അപ്പോൾ മാത്രമേ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മോടുകൂടെ വന്ന് ചേരുകയുള്ളൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമുക്ക് തെറ്റായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നാം തെറ്റിൽ അകപ്പെടുകയുള്ളൂ. കാരണം അങ്ങനെയുള്ള മോശം കൂട്ടുകെട്ടിനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ സാത്താൻ വശീകരിക്കും. എന്നാൽ ദാവീദിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നത് യഹോവയുടെ മനോഹരത്വം കാണുക എന്നതായിരുന്നു. അതിന് ദാവീദ് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ അനുസരിക്കണമായിരുന്നു. അവൻ എല്ലാ സമയത്തും, ഇനി മരുഭൂമിയിലാണെങ്കിലും, ദൈവമുഖം അന്വേഷിക്കുവാനായി താല്പര്യം ഉള്ളവനായിരുന്നു. ദൈവം അവനോടുകൂടെ വസിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്ത് നാം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമുക്ക് സമയനഷ്ടമായിരിക്കും ഫലം. നമ്മുടെ ഭാവി തകരുവാനും അത് മുഖാന്തരമായി തീരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും സമയവും നാം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നമ്മുടെ മക്കളെ നാം നിയന്ത്രിക്കേണ്ടി വരികയില്ല. നമ്മുടെ ജോലി നാം തന്നെ ചെയ്യേണ്ടി വരികയില്ല. കാരണം നമ്മുടെ ദൈവഭയവും ദൈവസ്നേഹവും കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മെ അനുകരിക്കുവാൻ തുടങ്ങും. ദാവീദ് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് 18 സങ്കീർത്തനം 19 വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. 18 സങ്കീർത്തനം 19 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. പാപം ചെയ്യാതെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നമ്മുടെ കൈവേലയെ സാധ്യമാക്കി തരികയും നമ്മെ അവൻ വിശാലതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. സങ്കീർത്തനക്കാരന് ദൈവം അപ്രകാരം ഉപകാരങ്ങൾ അനവധി ചെയ്തിരുന്നതിനാൽ അവൻ 66 സങ്കീർത്തനം 16 വാക്യത്തിൽ കൂടി നമ്മോട് പറയുകയാണ്: സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവം ദാവീദിന് അനേക നന്മകൾ ചെയ്തിട്ടുണ്ട്. ലോകപ്രകാരം നോക്കിയാൽ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രാജാവാകുവാൻ ദൈവം ദാവീദിനെ തള്ളയാടുകളെ നോക്കിക്കൊണ്ടിരുന്ന ഇടത്തു നിന്നും പടിപടിയായി ഉയർത്തി 40 വർഷക്കാലം അവൻ രാജാവായി. അവനേക്കാൾ കഴിവും സാമർഥ്യവുമുള്ളവർ അനേകർ ഉള്ളപ്പോൾ ശൗൽ രാജാവിനെ നീക്കി ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവാക്കി ഉയർത്തി. അനേകം ശത്രു രാജ്യങ്ങളെ ദാവീദിന് ദൈവം കീഴടക്കി കൊടുത്തു. 12 ഗോത്രമുള്ളതിൽ യഹൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും ഒഴിച്ച ശേഷം 10 ഗോത്രം അവനോട് കലഹിച്ചുവെങ്കിലും ദാവീദിനെ ജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ജനത്തിൻ്റെ കലഹത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു എന്ന് 18 സങ്കീർത്തനം 43 വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. 18 സങ്കീർത്തനത്തിലും 30 സങ്കീർത്തനത്തിലും ദൈവം തനിക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്തിരിക്കുന്നുവെന്ന് വിവരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ദാവീദ് എഴുതിയ എല്ലാ സങ്കീർത്തനങ്ങളിലും അഭിമാനത്തോടെ തൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവം തനിക്ക് ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ചും വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്.
ദൈവം ദാനമായി തനിക്ക് നൽകി തന്ന ഏതെങ്കിലും ഭൗതിക നന്മകളിലോ ഏതെങ്കിലും ശക്തിയിലോ കഴിവിലോ ഇസ്രയേലിന്റെ രാജപദവിയിലോ ദാവീദ് നിഗളിക്കുകയോ ദൈവത്തെ മറന്ന് ജീവിക്കുകയോ ദൈവം കൊടുത്ത പദവികളിൽ അവൻ ആശ്രയിക്കുകയോ ചെയ്തില്ല എന്ന് നാം കേട്ട വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വക ഭൗതിക നന്മകളെല്ലാം എൻ്റെ പിന്നാലെ വരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നാണ് ദാവീദ് പറഞ്ഞിട്ടുള്ളത്. 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. ഈ ഭൗതിക നന്മകളെക്കുറിച്ചല്ല 66-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവഭക്തന്മാരെ വന്ന് കേൾപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ദാവീദിന്റെ പ്രാണന് വേണ്ടി ചെയ്ത നന്മകളെ ഉദ്ദേശിച്ചാണ്. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ദാവീദിന്റെ പ്രാണന് വേണ്ടി, നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. പ്രാണൻ എന്നാൽ ജീവൻ എന്നും ആത്മാവ് എന്നും അർത്ഥമുണ്ട്. പ്രാണൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ സോൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിന്റെ ആത്മാവിനെ ദൈവം വീണ്ടെടുത്തു എന്നതിലാണ് അവൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അവൻ്റെ ശരീരം അവൻ മരിച്ചപ്പോൾ ദ്രവിച്ചു പോയി എന്ന് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ ആത്മാവ് ഇന്നും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദ് തനിക്ക് ദൈവം കൊടുത്ത ഭൗതിക നന്മകളിലും രാജപദവിയിലും ആശ്രയിച്ചിരുന്നു എങ്കിൽ മരണത്തോടെ അവൻ്റെ പേര് മാഞ്ഞു പോകുമായിരുന്നു. 49-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കോരഹ് പുത്രന്മാർ പറയുന്ന വാക്കുകളാണിത്. അവർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആരാണോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവം തരുന്ന ഭൗതിക സമ്പത്തിൽ ആശ്രയിക്കുന്നത് അവരെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ എന്ന് 49-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല എന്ന് 49-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം സ്വന്തം കഴിവിലും സമ്പത്തിലും ഭൗതിക നന്മകളിലും ആശ്രയിക്കുന്നവരുടെ ഗതിയാകുന്നുവെന്ന് 49-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് തനിക്ക് ലഭിച്ച ഭൗതിക നന്മകളിലോ രാജപദവിയിലോ ആശ്രയിക്കാതെ ദൈവം തൻ്റെ ആത്മാവിന് വേണ്ടി ചെയ്തത് വിവരിക്കാമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം 49-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനെ അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല എന്നാണ് വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ പ്രാണന് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു എന്ന് വിവരിക്കാം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്നാമതായി ദൈവം ദാവീദിന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 32-ാം സങ്കീർത്തനം 5-ാം വാക്യമാണ് നാം കേട്ടത്. ഒരു വ്യക്തിയുടെ പാപം ക്ഷമിച്ചു കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല. നാം കേട്ടു, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. പാപത്തിന് പരിഹാരം വരുത്താതെ നമ്മുടെ പാപം ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കാരണം സാത്താൻ ദൈവത്തോട് പറയും, നീ ചെയ്തത് തെറ്റാണെന്ന്. കാരണം പാപിയായ മനുഷ്യൻ എൻ്റെ അടിമയാണ്, അവനിൽ പാപമുണ്ട് എന്ന് സാത്താൻ പറയും. കാരണം നമ്മുടെ പാപത്തിൻ്റെ രേഖ സാത്താൻ്റെ കയ്യിൽ അപ്പോൾ ചെന്നിരിക്കും. നീതിമാനായ ദൈവത്തിന് അപ്രകാരം പാപികളെ നീതീകരിക്കുവാൻ അവൻ്റെ നീതി അവനെ സമ്മതിക്കുകയില്ല. അപ്പോൾ തന്നെ സ്നേഹവാനായ ദൈവത്തിന് അവൻ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നതിനാൽ അവരെ നരകത്തിൽ തള്ളിക്കളയുവാനും കഴിയുകയില്ല. ഈ പ്രതിസന്ധിയിലാണ് ദൈവം താൻ തന്നെ മനുഷ്യനായി യേശു എന്ന നാമത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യരായ നാം ഓരോരുത്തരുടെയും ദാവീദ് പഴയ നിയമ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചവനാകിയാൽ ദാവീദിൻ്റെയും പാപം യേശുവിൻ്റെ ചുമലിൽ വഹിക്കുകയും പാപത്തിൻ്റെ പരിഹാരം, പാപത്തിൻ്റെ പരിണത ഫലമായി നമ്മിൽ വന്നു ചേർന്ന ശാപം
യേശുവിൻ്റെതായി അവൻ ചുമക്കുകയും ചെയ്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപിയും ശാപഗ്രസ്തനുമായി മരത്തിന്മേൽ തൂങ്ങി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിച്ചുകൊണ്ടിരിക്കുന്നു. യേശു നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ രക്തം ചിന്തിയപ്പോൾ യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് ദൈവത്തിൻ്റെ നിയമമാണ്. ആടിൻ്റെയോ കാളയുടെയോ രക്തത്തിൻ്റെയോ മനുഷ്യൻ്റെ പാപത്തെ മറയ്ക്കുവാൻ കഴിയും. എങ്കിലും ആത്മാവിനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത മനുഷ്യരക്തം തന്നെ വേണ്ടിയിരുന്നു. ആദാമിൽ നിന്നുള്ള മനുഷ്യർ മാത്രമേ ഭൂമിയിലുള്ളൂ. ആദാമിൻ്റെ രക്തം പാപം ഉള്ളതായി തീർന്നതിനാൽ അവനിൽ നിന്നും ജനിക്കുന്നവരിലേക്കൊക്കെയും ആദാമിൻ്റെ പാപം പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒടുക്കത്തെ ആദാമായി സ്വർഗത്തിൽ നിന്നുള്ളവനായി യേശു ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി അവസാന തുളി രക്തം വരെ കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി മറുവിലയായി നമ്മുടെ പകരക്കാരനായി കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിനും അതിന് ഫലമായി ഉണ്ടായ ശാപത്തിനും പ്രായശ്ചിത്തമായി തീരേണ്ടതിന് യാഗമായി രക്തം ചിന്തി. യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പിതാവ് നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു. അങ്ങനെ നാം ശുദ്ധിയുള്ളവരായി തീർന്നു. യേശുവിൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് ദൈവം നമ്മെ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു. തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപാപപരിഹാര യാഗത്താൽ ദൈവം നമ്മുടെ പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തിയതിനാൽ ഇനി നമ്മെ നീതീകരിക്കുവാൻ ദൈവത്തിന് കഴിയും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം നൽകി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് മാത്രം. ഇനി പാപം ചെയ്യാൻ പാടില്ല. കാരണം സാത്താൻ്റെ കൈവശമുള്ള നമ്മുടെ പാപത്തിൻ്റെ സകല രേഖകളും യേശുവിൻ്റെ ശാപമരണത്താൽ ക്രൂശിൽ വെച്ച് ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കും പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കും യേശുവിൻ്റെ ക്രൂശിലെ പാപപരിഹാര യാഗം ഒരുപോലെ ഫലപ്രദമാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഈ യാഥാർത്ഥ്യം ദൈവാത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് ദാവീദ് പറയുകയാണ്: സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഭക്തന്മാർ എന്നാൽ ദൈവഭയമുള്ളവർ എന്താണ് അർത്ഥം? ദൈവഭയമുള്ളവർക്ക് മാത്രമേ ദാവീദിൻ്റെ സാക്ഷ്യത്തിൽ താല്പര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് താൻ ഭക്തന്മാരെ വന്ന് കേൾപ്പിൻ എന്ന് പ്രസ്താവിച്ചത്. ആകയാൽ ദാവീദ് ആത്മരക്ഷ പ്രാപിച്ചതുപോലെ നാം ആത്മരക്ഷ പ്രാപിക്കുവാൻ ദാവീദ് നമുക്ക് ബുദ്ധിപദേശം തരുന്നു. നമ്മെ കർത്താവിൻ്റെ ദാസൻ ഉത്സാഹിപ്പിക്കുകയാണ് ആത്മരക്ഷ പ്രാപിക്കുവാൻ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ആത്മരക്ഷ പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ യേശു തരുന്ന ആത്മരക്ഷ സൗജന്യമായി പ്രാപിക്കുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരൂ. നാളെ എന്ന ദിവസം നമുക്കുള്ളതല്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ ആത്മരക്ഷ പ്രാപിച്ച ദൈവമക്കൾ എന്ത് വില കൊടുത്തും പാപത്തോട് പോരാടി ആത്മരക്ഷ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ ഉത്സാഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നിർവഹിച്ചു കഴിഞ്ഞു. നിത്യനരകത്തിൽ നിന്നാണ് കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തത്. ആകയാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവൻ നമുക്ക് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ആത്മരക്ഷ പ്രാപിക്കാത്തവരായിട്ട് ഉണ്ടെങ്കിൽ അങ്ങയുടെ കൃപ അവർക്ക് കൊടുക്കണമേ. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.